സമയത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാം റോമർക്കെഴുതിയ ലേഖനത്തിൽ നിന്നാണല്ലോ ചിന്തിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ റോമർക്കെഴുതിയ ലേഖനം തന്നെ ചിന്തിക്കാതെ മറ്റ് ചില ചിന്തകളുടെ ഇൻ ബിറ്റ്വീൻ ചിന്തിക്കണമെന്ന് ആഗ്രഹിച്ച് സംസാരിച്ചിരുന്നല്ലോ. ഒരേ ടോപ്പിക്ക് തന്നെ കണ്ടിന്യൂസ് ആയി നാം ചിന്തിക്കുമ്പോൾ ഒരാവർത്തന വിരസത നമുക്ക് ഫീൽ ചെയ്യുന്നത് കൊണ്ട് ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ മറ്റു ടോപ്പിക്കുകളൂടെ ഡിസ്കസ് ചെയ്യണമെന്ന് ഞാൻ പറയുകയുണ്ടായാലും അതിൻ്റെ വെളിച്ചത്തിൽ പ്രിയ വിവിധ അന്ന് രാത്രി എനിക്ക് മെസ്സേജ് എഴുതുവാനായി ഇടയായിരുന്നു. പക്ഷേ തൃത്വത്തെക്കുറിച്ച് പഠിപ്പിച്ചിരുന്നെങ്കിൽ സംസാരിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയുവാനിടയായി. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും തൃത്വത്തെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കുവാനും ആ ക്ലാസ്സുകൾ സഹായിക്കുമല്ലോ എന്ന് പറയുവാനിടയായിരുന്നു. വാസ്തവത്തിൽ തൃത്വത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ ഈ സഭയുടെ ആരംഭത്തിൽ കുറേ ആഴ്ചകൾ നാം ചിന്തിച്ചിട്ടുണ്ട്. ഓർമ്മകളൊന്നും എനിക്ക് അറിയത്തില്ല. യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചുമുള്ള ചിന്തകളൊക്കെ നാം ചിന്തിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും അല്പമായി ഇന്ന് രാത്രി ഒരു സെക്ഷനെ കൊണ്ട് അരമണിക്കൂറുകൊണ്ടോ ഒന്നും എഴുതുന്നതല്ല സബ്ജക്റ്റ്. ദിവസങ്ങളുടെ ക്ലാസ്സുകൾ ആവശ്യമാണ്. എങ്കിലും ഒരു ഇൻട്രോഡക്ഷൻ എന്ന രീതിയിൽ നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിച്ച് ദൈവാലയത്തിലായിരിക്കാനും പ്രാർത്ഥിപ്പാനും ദൈവങ്ങളിൽ സമർപ്പിക്കപ്പെടുന്നു. ഹല്ലേലൂയ. ക്രിസ്ത്യാനികൾക്ക് എത്ര ദൈവമുണ്ട് എന്ന് പറയാൻ പറ്റുമോ? എത്ര ദൈവമുണ്ട്? ഒരേ ഒരു ദൈവം, ഏകനായിരിക്കുന്ന ഒരേ ദൈവം. അത് ക്രിസ്ത്യാനികളായിട്ടുള്ള എല്ലാവരും വിശ്വസിക്കുന്നത് ഒരേ ഒരു ദൈവം എന്നത് മാത്രമാണ്, അല്ലേ? ഏകനായിരിക്കുന്ന ഒരു ദൈവം, സർവശക്തനായ ഒരേ ദൈവം, ഏകനായിരിക്കുന്ന ഒരു ദൈവം. അത് കാത്തലിക്സ് ആയാലും ഓർത്തഡോക്സ് ആയാലും പെന്തക്കോസ്ത് ആയാലും ബ്രദറിനായാലും എല്ലാവരും വിശ്വസിക്കുന്നത് ജീവിക്കുന്ന ഒരേ ഒരു ദൈവം ഉണ്ട് എന്നാണ്. എന്നാൽ ദൈവത്തെ പഠിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൽ കാണാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഏകത്വവും ബഹുത്വവും എന്ന രണ്ട് കാര്യങ്ങൾ നമുക്ക് ദൈവത്തിൽ കാണാൻ കഴിയും. ആക്ച്വലി ട്രിനിറ്റി എന്നുള്ളൊരു പദം, തൃത്വം എന്നുള്ള പദം വചനത്തിലില്ല. തൃത്വം എന്നുള്ള പദം ആ ഒരു പഠിപ്പിക്കൽ അല്ലെങ്കിൽ ആ പദത്തിലേക്ക് നാം വരാൻ കാരണം, ക്രിസ്ത്യാനിറ്റി അതിലേക്ക് വരാൻ കാരണം ദൈവവചനത്തിൽ പിതാവായ ദൈവത്തെക്കുറിച്ചും പുത്രനായ ദൈവത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തെക്കുറിച്ചും ത്രിയേക ദൈവം എന്നൊരു ചിന്ത, ത്രിയേക ദൈവം എന്നുള്ള പദവുമില്ല. എന്നാൽ ആ ഒരു ചിന്തയിലേക്ക് ബൈബിൾ നമ്മെ കൊണ്ടെത്തിക്കുന്നത് കൊണ്ടാണ് പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവം എന്നുള്ള കൺസെപ്റ്റിലേക്ക് ക്രിസ്ത്യാനിറ്റി വരുവാൻ കാരണമായി തീർന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ത്രിയേക ദൈവം, ട്രിനിറ്റി എന്നുള്ള പദത്തിന്റെ, തൃത്വം എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്താണ്? മൂന്ന് പേർ എന്നാൽ ഒന്നായിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ആ പദത്തിന്റെ തന്നെ അർത്ഥം. ത്രിയേക ദൈവം എന്ന് പറയുമ്പോൾ ഏക ദൈവം, ഒരു ദൈവം എന്നാൽ മൂന്ന് വ്യക്തികൾ അടങ്ങിയ, മൂന്ന് പേഴ്സണാലിറ്റീസ് അടങ്ങിയ ഒരു ദൈവം എന്നുള്ള ചിന്തയിലേക്കാണ്. മൂന്ന് ദൈവങ്ങളല്ല, ഒരു ദൈവം എന്നുള്ള ചിന്തയിലാണ് ട്രിനിറ്റി പോലെ നമുക്ക് മനസ്സിലാക്കുന്നത്. അത് ട്രിനിറ്റിയെക്കുറിച്ച് വേദപണ്ഡിതന്മാർ പറയുന്ന ഒന്ന് രണ്ട് പദങ്ങൾ, ഒന്ന് രണ്ട് ക്യാപ്ഷൻസ് ഞാനൊന്ന് പറഞ്ഞിട്ട് അതിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിത്യമായ മൂന്നാളുകൾ എന്നാൽ മൂന്ന് വ്യത്യസ്ത ദൈവങ്ങളല്ല, മൂന്ന് വ്യത്യസ്ത ദൈവങ്ങളല്ല. പിതാവായ ദൈവം മാത്രമേ ഉള്ളത് പഠിപ്പിക്കുന്ന യഹോവ സാക്ഷികളുണ്ട്. പുത്രനായ ക്രിസ്തുവാണ് ദൈവം എന്ന് പഠിപ്പിക്കുന്ന യേശുനാമക്കാരുണ്ട്. പരിശുദ്ധാത്മാവിനെ മാത്രം ആരാധിക്കുന്ന ഒരു കൂട്ടർ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ വ്യത്യസ്തമായ നിത്യമായ മൂന്ന് ആളുകൾ എന്നാൽ മൂന്ന് വ്യത്യസ്ത ദൈവങ്ങൾ അല്ല, നിത്യമായ മൂന്ന് ആളുകൾ ചേരുന്ന ഒരു ദൈവം എന്നുള്ള കൺസെപ്റ്റാണ് തൃത്വത്തിലേക്ക് വരുന്നത്. അതാണ് നാം കേട്ടിട്ടുള്ളത്. ഞാൻ കരുതുന്നു സാരാംശത്തിൽ ഏകത്വം, സാരാംശത്തിൽ അവർ ഒന്ന് തന്നെ. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വൺ ഇൻ എസെൻസ് എന്ന, വൺ ഇൻ എസെൻസ്, സാരാംശത്തിൽ അവർ ഒന്നായിരിക്കുന്നു. അതായത് വ്യത്യസ്തമായ ആളത്വങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നിത്യനായിരിക്കുന്ന ഒരു ദൈവം, വ്യത്യസ്തമായ ആളത്വങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നിത്യനായിരിക്കുന്ന ദൈവം. മൂന്നായിരിക്കുന്ന അവസ്ഥ, അതാണ് തൃത്വം. മൂന്നായിരിക്കുന്ന അവസ്ഥ, അപ്പോൾ തന്നെ ഒന്നായിരിക്കുന്ന അവസ്ഥ. മനുഷ്യന്റെ മനസ്സിനെ മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ളതാണ് തൃത്വം. എത്ര പഠിച്ചാലും നമുക്ക് ദൈവം വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ വചനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ വേദപണ്ഡിതന്മാർ നമുക്ക് അഭിപ്രായപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാനേ കഴിയത്തുള്ളൂ. എന്നാൽ മനുഷ്യന്റെ മനസ്സുകളെക്കാളൊക്കെ അപ്പുറമാണ്, അല്ലെങ്കിൽ മനുഷ്യന്റെ ചിന്തകളിലേക്കാളും പഠനങ്ങളെക്കാളും ഒക്കെ അപ്പുറമാണ് ദൈവം, അല്ലേ? ദൈവത്തെ കുറിച്ച് എങ്ങനെ മനസ്സിലാക്കുവാൻ മനുഷ്യന് കഴിയും, അല്ലേ? ദൈവത്തിന് മന്ത്രിയായിരുന്നവൻ ആരെന്നാണ്
വചനം പഠിപ്പിക്കുന്നത്. ദൈവത്തിന് മന്ത്രിയായിരുന്നവനാ, അവന് വല്ലത് കൊടുത്തിട്ട് അവന് പ്രാപിക്കുവാൻ കഴിയുന്നവനാ. അത്ര വലിയവനാണ് ദൈവം. അപ്പൊ ദൈവത്തെക്കുറിച്ച് മനുഷ്യൻ പഠിക്കുവാൻ കഴിയുന്നത് അല്ലെങ്കിൽ മനുഷ്യൻ ചിന്തിക്കുവാൻ കഴിയുന്നത് ബൈബിളിൽ നിന്ന് മാത്രമാണ്. ബൈബിൾ എന്ന ദൈവവചനം ദൈവം തന്നെ ജനത്തിന് കൊടുത്തതിൽ നിന്ന് മാത്രമാണ് ദൈവത്തെ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നത്. ദൈവം വചനം എത്രത്തോളം ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുന്നോ അത്രത്തോളമേ മനുഷ്യന് മനസ്സിലാക്കി. ഈ വേദപണ്ഡിതരൊക്കെ ഈ ദൈവവചനത്തിൽ നിന്നുള്ള ഈ ഫിസിക്സുകളൊക്കെയാണ് എഴുതുന്നത്, തിയറികളൊക്കെയാണ് എഴുതുന്നത്. പക്ഷെ വചനത്തിൽ നിന്ന് മാത്രമേ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ. അപ്പൊ മൂന്നായിരിക്കുന്ന അവസ്ഥ അതാണ് തൃത്വം. എന്നാൽ അപ്പോൾ തന്നെ ഒന്നായിരിക്കുന്ന അവസ്ഥ. ഏക ദൈവം മൂന്ന് ആളത്വങ്ങളിൽ, അതാണ് തൃത്വത്തിന്റെ പ്രത്യേകത. ഏകനായിരിക്കുന്ന ഒരേ ദൈവം. ദൈവം ഏകനാ, ഞാൻ ഏകനാണെന്ന് യെശയ്യാപ്രവാചക പുസ്തകത്തിൽ ദൈവം തന്നെ പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവൻ ഏകനായിരിക്കുന്ന ദൈവമാണ്, എന്നാൽ തന്നെ അവൻ മൂന്ന് ആളത്വങ്ങളിൽ എന്ന് കാണാൻ കഴിയും. യേശു കർത്താവ് തന്റെ ശുശ്രൂഷ തികച്ച ശേഷം ഗ്രേറ്റ് കമ്മീഷൻ, മത്തായി 28-ാം അധ്യായത്തിൽ ഗ്രേറ്റ് കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. കർത്താവ് ഈ സ്വർഗ്ഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്റെ ശിഷ്യന്മാർ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം അവർക്ക് കൊടുത്തിട്ടാണ്, കമ്മീഷൻ അവരെ ഏൽപ്പിച്ചിട്ടാണ് കർത്താവ് പോകുന്നത്. അപ്പോൾ കർത്താവ് അവിടെ പറയുന്നത് യേശുനാമക്കാർ പറയുന്നത് പോലെ കർത്താവിന്റെ നാമത്തിൽ മാത്രം സ്നാനം എന്നല്ല ഹല്ലേലൂയ കർത്താവ് അവിടെ പറഞ്ഞത്. നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഒരേ പ്രാധാന്യം, ഒരേ ലൈനിൽ, ഒരേ പ്രാധാന്യത്തോടെ കർത്താവ് അവിടെ പറയുന്നതാണെങ്കിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. യേശുനാമത്തിൽ മാത്രം സ്നാനപ്പെടുന്നവരുണ്ട്, ദൈവത്തിന്റെ നാമത്തിൽ സ്നാനപ്പെടുന്ന കൂട്ടരുണ്ട്. എന്നാൽ സ്നാനം എങ്ങനെ ആയിരിക്കണം എന്ന് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകലജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം ഏകദൈവത്തിന്റെ ദൈവത്വത്തിൽ തുല്യ പങ്കാളിത്തവും സമദൈവത്വമുള്ള മൂന്നാളത്തങ്ങൾ. അതുകൊണ്ട് പറയാം, ഏകദൈവത്തിന്റെ ദൈവത്വത്തിൽ, മനുഷ്യന് ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ് അല്ലെ. ഏകദൈവത്തിന്റെ ദൈവത്വത്തിൽ തുല്യ പങ്കാളിത്തം. പിതാവ് വലിയവൻ, പുത്രൻ. അപ്പോൾ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഫിലിപ്പിനുണ്ട്. അദ്ദേഹം നമ്മളെ പോലത്തെ മീറ്റിങ്ങുകളാണ് പോകുന്നെങ്കിൽ ചെറിയൊരു വ്യത്യാസം. ഞങ്ങൾ എപ്പോഴും ഫൈറ്റാണ്, ഞങ്ങളെപ്പോഴും ഈ കാര്യമാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് പിതാവിന് തുല്യനല്ല പുത്രനായിരിക്കും ദൈവം. പിതാവിനേക്കാൾ സ്വല്പം താഴെയാണ്, അല്ലെങ്കിൽ പിതാവിന് താഴെയാണ് ക്രിസ്തുവായിരിക്കുന്നവൻ എന്ന്. ദൈവമല്ല, പിതാവായ ഒരു ദൈവമേ ഉള്ളൂ. ക്രിസ്തു എന്നാൽ ദൈവത്തോളം തന്നെ പ്രാധാന്യമുള്ള മറ്റൊരുവൻ, കുട്ടി ദൈവം അല്ലെങ്കിൽ കൊച്ചു ദൈവം എന്നൊക്കെ വേണേ അവരുടെ കൺസെപ്റ്റിൽ പറയാൻ പറ്റും. ഇപ്പൊ ഞാൻ ഈ വാക്യങ്ങളൊക്കെ എടുത്ത് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ തുല്യ പങ്കാളിത്തമാണ്, തുല്യ പങ്കാളിത്തം. പിതാവായ ദൈവം പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവനായ ദൈവത്തിനും ദൈവത്വത്തിൽ, ഏകത്വത്തിൽ തുല്യ പങ്കാളിത്തമുണ്ട്. ദൈവത്വമുള്ള മൂന്ന് ആളത്വങ്ങൾ ഉൾപ്പെട്ട ഒരൈക്യം, അതാണ് തൃത്വം എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി ദൈവത്തിൽ ഈ മൂന്ന് പേര് അടങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. ദൈവം ഏകനായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൽ ഈ മൂന്ന് പേർ അടങ്ങിയിട്ടുണ്ടോ? വിജി പാസ്റ്റർ ആൻഡ് ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു പേരാണ് വിജി പാസ്റ്റർ ആൻഡ് ഫാമിലി. എത്ര പേരുണ്ട്? 6 പേരുണ്ട്, 5 പേര് അല്ലേ, 5 പേര്. പക്ഷെ ഞങ്ങൾക്ക് പ്രാധാന്യം വ്യത്യസ്തമാണ് അല്ലേ. വിജി പാസ്റ്ററിയുടെ ഗവേണം അല്ലേ, ഗവേണം പ്രാധാന്യമുണ്ട്. പിതാവാണ്, പിന്നെ അമ്മ, പിള്ളേരെ, കുഞ്ഞുങ്ങളുടെ അവരുടെ ഏജ് അനുസരിച്ച്. പക്ഷെ അങ്ങനെയല്ല തൃത്വത്തിൽ അവർ തുല്യ പ്രാധാന്യമുള്ളവരാണ്, തുല്യ ദൈവത്വമുള്ളവരാണ്. എന്നാൽ വിജി പാസ്റ്റർ ആൻഡ് ഫാമിലി എന്ന ഒരു പേരിൽ പറയുന്നത് പോലെ ദൈവം എന്ന പദത്തിൽ അവർ അറിയപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ വെളിയിൽ നിന്ന് ഒരാൾ, ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഇതിനകത്ത് കയറി വന്ന് കേരളക്കാർ എത്ര പേരെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? എല്ലാവരും കേരളക്കാർ. പക്ഷെ ഒറ്റ പേരിൽ അറിയുന്നത് അല്ലേ, എത്ര പേരുണ്ട്? ഇത് മൊത്തം കേരളക്കാരല്ലേ. സൗത്ത് നോർത്ത് ഇന്ത്യൻസ് ആരും ഇല്ല. വലിയൊരു കാര്യം ഞങ്ങൾ കേരളത്തിൽ നിന്നുള്ളവരാണ്. അപ്പൊ പേരൊന്നാ കേരള അല്ലേ, പക്ഷെ എത്ര പേരാ അല്ലേ. അപ്പോൾ 3 ആണത്വങ്ങൾ അടങ്ങിയ ഒരു ഐക്യം, അതാണ് തൃത്വം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിൽ 3 പേരുണ്ടോ? വചനം എന്ന് പറയുന്നു. ദൈവത്തിൽ 3 പേരുണ്ടോ? വചനം എന്ന് പറയുന്നു. ദൈവത്തെ ആദ്യമായി പരിചയപ്പെടുത്തുന്നത് ആരാ?
മനുഷ്യന് ദൈവത്തെ പരിചയപ്പെടുത്തുന്നത് മനുഷ്യന് ആദ്യമായി ദൈവത്തെ പരിചയപ്പെടുത്തുന്നതാണ് വചനമാണ് പരിചയപ്പെടുത്തുന്നത് മനുഷ്യൻ, അല്ലേ? മറ്റൊരു മാധ്യമങ്ങളും നമുക്കില്ല ദൈവത്തെ അറിയാൻ, അല്ലേ? വചനമാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വചനത്തിൽ ഏത് പുസ്തകമാണ് ആദ്യം തുടങ്ങുന്നത്? ഉൽപ്പത്തി പുസ്തകമാണ്. ഉൽപ്പത്തി മുതൽ 5 അധ്യായങ്ങൾ, പഞ്ചഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ തോറ എന്നൊക്കെയാണ് യഹൂദന്മാർ പറയുന്ന 5 ഗ്രന്ഥങ്ങൾ എഴുതിയതാരാണ്? മോശയാണ്, അല്ലേ? അപ്പൊ മോശയാണ് ആദ്യമായി ദൈവത്തെ പരിചയപ്പെടുത്തി ഉൽപ്പത്തി പുസ്തകം തുടങ്ങുന്നത്. ആദ്യത്തെ പദം എന്താണ്? ആദിയിൽ ദൈവം. ആദിയിൽ ദൈവം എന്നുള്ള പദത്തിലാണ് മോശ ദൈവത്തെ പരിചയപ്പെടുത്തുന്നത്. ആദിയിൽ ദൈവം എന്നുള്ള പദത്തിന്, ആ ദൈവം എന്ന പദത്തിന് 3-4 പിരിവുകളുണ്ട്, അല്ലെങ്കിൽ 3-4 പദങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. ഒന്ന് എലോഹീം എന്ന പദം, ഏൽ എന്ന പദം, എലോഹോ എന്നുള്ള പദം, ഡോണായി എന്നുള്ള പദം, യഹോവ എന്നുള്ള പദം. എന്തൊക്കെയാണ് പഠിച്ചു? എന്തൊക്കെയുണ്ട്? എലോഹീം, ആദ്യം ദൈവം എന്നുള്ള പദത്തിൽ തന്നെ എലോഹീം എന്നുള്ള പദം വരുന്നുണ്ട്. എലോഹീം, യഹ്വേ, യഹോവ എന്നുള്ള പദം. എലോഹോ, അഡോണായി, അഡോണായി എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഡോണായി, അല്ലേ? എലോഹീം എന്ന പദത്തിലാണ് ആ പദം തുടങ്ങുന്നത്. ആദിയിൽ ദൈവം എന്നുള്ള പദത്തിൽ എലോഹീം എന്ന എബ്രായ പദമാണ് വരുന്നത്. എലോഹീം എന്ന പദം ഒരു ബഹുവചന പദമാണ്. അതൊരു ഏകവചന പദമല്ല, ഒരു ബഹുവചന പദമാണ്. ഏക ദൈവത്തിൽ ആളത്വപരമായ ഒരു ബഹുത്വം അടങ്ങിയിരിക്കുന്നു എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. എലോഹീം എന്നത് ഒരൊറ്റ പദമാണെങ്കിലും അതിലൊരു ബഹുത്വം അടങ്ങിയിരിക്കുന്നു എന്ന് ആദ്യ പദത്തിൽ തന്നെ മോശ ദൈവത്തെ പരിചയപ്പെടുത്തുന്ന എലോഹീം എന്ന ആദ്യ പദത്തിൽ തന്നെ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്നുള്ള ശ്രുതി കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. സൃഷ്ടിച്ചു എന്നുള്ള പദം ഏകവചനമാണ്. അപ്പോൾ ഒരുമിച്ച് 3 പേർ ചേർന്ന് സൃഷ്ടിച്ചു എന്ന് വേണം നമുക്ക് പറയാം. ഒരുമിച്ച് ഒരേ ഐക്യത്തിൽ ഉണ്ടായിരുന്ന 3 ആളുകൾ ചേർന്ന് എലോഹീം അത് സൃഷ്ടിക്കുവാനിടയായിത്തീർന്നു. സൃഷ്ടിച്ചു എന്ന പദം ഏകവചനമാണ്. ഇനി എവിടെയെങ്കിലും ദൈവത്തെ ബഹുവചനത്തിൽ പ്ലൂറൽ, സിംഗുലർ അല്ലാതെ പ്ലൂറൽ പരാമർശിക്കുന്നത് കാണാൻ കഴിയുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നിരവധി ഭാഗങ്ങളുണ്ട്. 1-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം കഴിയുന്നത് അനന്തരം ദൈവം. അവിടെ എഴുതിയിരിക്കുന്ന പദം എന്താ? സിംഗുലർ പദം. അനന്തരം ദൈവം. ദൈവം ഒരൊറ്റ പദം എഴുതിയിട്ടുള്ളൂ. ഏകത്വത്തിൽ ബഹുത്വവും ബഹുത്വത്തിൽ ഏകത്വവും, അതാണ് നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത. അപ്പോൾ അവിടെ തുടങ്ങുന്നത് ദൈവം, ഏകപദമാണ്. ദൈവം ഏകവചനമാണ്. എന്നാൽ അടുത്ത പദം കണ്ടോ? അതൊരു പ്ലൂറൽ പദമാണ്. അതായത് ഏകവചനമാകുന്ന ദൈവം, ദൈവം എന്നാൽ അനന്തരം ദൈവം എന്ന് പറഞ്ഞതിന് ശേഷം നാം എന്നൊരു പദം എഴുതിയാണ്. അതൊരു പ്ലൂറൽ പദമാണ്. അതായത് ദൈവത്തിൽ 3 ആളുകൾ അടങ്ങിയിരിക്കുന്നു, 3 ആളത്തങ്ങൾ അടങ്ങിയിരിക്കുന്നു. നമ്മുടെ സ്വരൂപത്തിൽ അല്ല, നമ്മുടെ അടുത്ത പദം നാം. 3 വ്യക്തികൾ അവിടെ ഉണ്ട്. നമ്മുടെ 3 വ്യക്തിത്വങ്ങൾ അവിടെ ഉണ്ട്. സ്വരൂപത്തിൽ നമ്മുടെ, വീണ്ടും സാദൃശ്യപ്രകാരം. ഓക്കെ, അവൻ മത്സ്യബന്ധത്തിലുള്ള മത്സ്യത്തിനുമേലും മത്സ്യമേലും സകലത്തിലും ആഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇനി ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് വന്നാട്ട് അവിടെ ഒറ്റ പദം യഹോവയായ ദൈവം, ഒറ്റ പദം. എന്നാൽ അടുത്ത പദമോ യഹോവയായ ദൈവം തുടങ്ങുന്നിടത്ത് അവിടെ എഴുതിയിരിക്കുന്നത് ഒറ്റ സിംഗുലർ പദം. എന്നാൽ അടുത്ത പദം ശ്രദ്ധിച്ച് നമ്മിൽ കണ്ടോ? ഒരുത്തനെ പോലെ. അവിടെ എത്ര പേരായി? ബഹുത്വമായി, അല്ലേ? നമ്മിൽ, എന്തിൽ ഒരുത്തനെ പോലെ എന്ന് പറയാമല്ലോ, പറഞ്ഞിട്ടില്ലല്ലോ. നമ്മിൽ. അപ്പോൾ അതിനകത്ത് 3 ആളത്തങ്ങൾ ഉണ്ടെന്ന് ആ പദത്തിൽ നിന്നും ക്ലിയർ ആകുന്നുണ്ട്. അവൻ നമ്മിൽ ഒരുത്തനെ പോലെ അല്ലെങ്കിൽ ദൈവത്തെ പോലെ ആയിത്തീരും, അല്ലേ? ആ പരീക്ഷണ നിങ്ങൾ ഈ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചാൽ, അല്ലേ, അന്മനന്മകളെ കുറിച്ചുള്ള ദൈവത്തെ പോലെ ആകുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന് പറയുന്നത് നമ്മിൽ ഒരുത്തനെ പോലെ അവൻ ആയിത്തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി എന്ത് ചെയ്യും? ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ കഴിക്കും. എന്നാൽ എന്താണ്? അവന് മരണം സംഭവിക്കത്തില്ല, എന്നേക്കുമായി അവൻ ജീവിച്ചിരിക്കും. അങ്ങനെ സംഭവിപ്പാൻ ഇടവരുന്നത്. അതിനായിട്ട് അപ്പോൾ അവർ യഹോവയായ ദൈവം എന്ന പദം സിംഗുലർ പദം, നമ്മിൽ ഒരുത്തനെ പോലെ പറയുന്നത്
പ്ലൂറൽ പദമായി. ഓക്കെ, ഇനി 11-ാം അധ്യായത്തിലേക്ക് വരാം. 11-ാം അധ്യായത്തിന്റെ 6-7 വാക്യം ശ്രദ്ധിച്ചേ. അപ്പോൾ യഹോവ അല്ലേ? അപ്പോൾ യഹോവ സിംഗുലർ പദം, യഹോവ ഒറ്റപ്പദം അല്ലേ? എന്നാൽ ഇതാ ജനമൊന്ന്. അപ്പൊ ജനമൊന്നെന്നുള്ള പദത്തിൽ നോക്കിയാൽ ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ ഒന്നെന്നുള്ള കൺസെപ്റ്റ് വരികയാണ്. അപ്പൊ നമ്മൾ കേരളക്കാർ അതിൽ ഒന്നെന്നുള്ള കൺസെപ്റ്റ് വരുന്ന പോലെ പ്ലൂറലിൽ തന്നെ സിംഗുലർ, സിംഗുലറിൽ തന്നെ പ്ലൂറൽ. ജനം എന്ന് പറയുന്നത് നിങ്ങൾ ദൈവജനം എന്ന് പറഞ്ഞാൽ എല്ലാവരും വരും അല്ലേ? എന്നാൽ ഓരോരുത്തരുടെ പേരെടുത്ത് പരാമർശിച്ചു കഴിഞ്ഞാൽ സിംഗുലർ ആയിട്ട് വരികയാണ്. അതുപോലെ കർത്താവ് ജനത്തെ നോക്കി പറഞ്ഞില്ല, ജനമൊന്ന്. ബാബേൽ ഗോപുരത്തിന്റെ സൃഷ്ടിപ്പിനോടുള്ള ബന്ധത്തിൽ, ഭാഷ കലക്കിക്കളഞ്ഞുള്ള ബന്ധത്തിൽ ദൈവം സംസാരിക്കുന്ന കാര്യങ്ങളാണ്. ഇതും അവർ ഭാഷയും ഒന്ന്. അവരിപ്പോൾ ബാബേൽ ഗോപുരം സൃഷ്ടിച്ചതിന് ശേഷം അവർ അതും ചെയ്തു തുടങ്ങിയിരിക്കുന്നു. അവരെ ഇങ്ങനെ വിട്ടാൽ പറ്റുകയില്ല, അവർക്ക് അസാധ്യമായതായി ഒന്നുമില്ല എന്ന സ്റ്റേജിലേക്ക് വരുമ്പോൾ അവരുടെ ഭാഷ കലക്കിക്കളയാൻ വേണ്ടി ദൈവം ശ്രമിക്കുന്ന ഭാഗമാണ് അവിടെ കാണുന്നത്. അവിടെ തുടങ്ങുന്ന 6-ാം വാക്യത്തിലെ യഹോവ എന്നുള്ള സിംഗുലർ പദമാണെങ്കിൽ 7-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ, വരുവീൻ, നാം, പ്ലൂറൽ, നാം ഇറങ്ങിച്ചെന്ന്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവാകുന്ന ദൈവം ഇറങ്ങിച്ചെന്ന്. തമ്മിൽ ഭാഷ അറിയാതിരിക്കാൻ. അപ്പൊ സൃഷ്ടിപ്പിൽ ആരുണ്ടായിരുന്നു? ഏകനായിരുന്ന ദൈവം 3 ആളത്വങ്ങളിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് കാണാൻ കഴിയും. നാം ഇറങ്ങിച്ചൊല്ലുക, മനുഷ്യനെ സൃഷ്ടിക്കുക, നാം ഇറങ്ങിച്ചൊല്ലുക, ഭാഷ കലക്കുക, നാം ഇറങ്ങിച്ചൊല്ലുക, നമ്മുടെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിക്കുക എന്നുള്ളതൊക്കെ അവിടെ ബഹുത്വത്തിൽ ഏകത്വം എന്നുള്ളത് കാണുവാൻ നമുക്ക് കഴിയുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചിരിക്കാം. അവിടെ ഒരു പദം നാം യെശയ്യാപ്രവാചകന്റെ 6-ാം അധ്യായം കാണുമ്പോൾ യെശയ്യാവിനെ തിരഞ്ഞെടുക്കുന്ന ഭാഗങ്ങൾ അല്ലേ? അവൻ ശുദ്ധിയില്ലാത്ത ജനമുള്ള മനുഷ്യനാണ്, ഞാൻ ശുദ്ധിയില്ലാത്ത ജനത്തിന് നടുവിൽ വസിക്കുന്നു പറയുമ്പോൾ യാഗപീഠത്തിന്റെ തീക്കലിൽ ഒന്നെടുത്ത് ദൈവത്തിന്റെ ദൂതനെന്ന നാവിനെ തൊടുവിക്കുന്നു, അവൻ ശുദ്ധിയുള്ളവനായി തീരുന്നു. അതിനുശേഷം ദൈവം സംസാരിക്കുന്ന പദമാണ് അനന്തരം ഞാൻ. 8-ാമത്തെ വാക്യം. ഓക്കെ, ആണോ? ആ പദം ശ്രദ്ധിച്ചേ. ആ നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി എന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് വേണ്ടി പ്ലൂറൽ ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയത അടിയനെ അയക്കണമേ എന്ന സഭാപ്രസംഗിയുടെ പുസ്തകത്തിലേക്ക് വരാം. 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കാം. സഭാപ്രസംഗി 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. സൃഷ്ടാവിനെ എന്നുള്ള പദം ഒരു എബ്രായ പദമാണ്. ആക്ച്വൽ ട്രാൻസ്ലേഷൻ സൃഷ്ടാവ് എന്നല്ല, സൃഷ്ടാക്കൾ എന്നാണ്. യൗവനകാലത്ത് നിന്റെ സൃഷ്ടാക്കളെ ഓർത്തുകൊള്ളുക. അവിടെ പ്ലൂറൽ പദമാണ്, എബ്രായ പദം വരുന്നത് സൃഷ്ടാവല്ല, സൃഷ്ടാക്കൾ. സൃഷ്ടാവായ ദൈവത്തിൽ ഒന്നിലധികം ആളത്വങ്ങൾ ഉണ്ടെന്ന് അത് വിശദീകരിക്കുന്നു. സൃഷ്ടാവായ ദൈവത്തിൽ ഒന്നിലധികം ആളത്വങ്ങളുണ്ട്. വേദപുസ്തകത്തിൽ ഏകം എന്ന പദത്തിന്റെ മൂലപദങ്ങളുണ്ട്. ഏകം, ത്രിയേകം, ഏകം എന്ന പദത്തിന് മൂലപദങ്ങളുണ്ട്. യഹോദ്, യഹോദ് എന്നും യാക്കീദ് എന്നും 2 പദമാണ് വേദപുസ്തകത്തിൽ മൂലപദങ്ങളായി കൊടുത്തിരിക്കുന്നത്. യഹോദ് ഏകപദമായിരിക്കുമ്പോൾ യാക്കീദ് അത് ബഹുത്വമാണ്. അതൊരു ബഹുത്വത്തിന്റെ ഐക്യം, 3 ആണത്തങ്ങളുടെ ഒരൈക്യം എന്ന് കാണാൻ കഴിയും. ഈ ആണത്തങ്ങൾ വെളിപ്പെട്ട വേദപുസ്തകത്തിൽ ഒരുപോലെ വെളിപ്പെട്ട ഒരു സന്ദർഭമുണ്ട്. ആർക്കെങ്കിലും പറയാമോ? 3 ആണത്തങ്ങളോട് ഒരുപോലെ വെളിപ്പെട്ട ഒരു സന്ദർഭം വേദപുസ്തകത്തിലുണ്ട്. യേശുവിന്റെ സ്നാന സമയത്ത് അല്ലേ, യോർദാനിലേക്ക് കർത്താവ് ഇറങ്ങി നിൽക്കുന്നു അല്ലേ? ഇറങ്ങി നിന്നപ്പോൾ യോർദാനിൽ ആരുണ്ട്? ദൈവപുത്രനുണ്ട് അല്ലേ? ഇറങ്ങി നിൽക്കുന്ന, വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന ദൈവപുത്രനുണ്ട്. ആര് സംസാരിച്ചു? സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം അല്ലേ? യുവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആരിറങ്ങി വന്നു സ്വർഗത്തിൽ നിന്ന്? പരിശുദ്ധാത്മാവ് ഏത് രൂപത്തിൽ? എന്ന രൂപത്തിൽ ഇറങ്ങി വന്ന് പിതാവിന്റെ മേൽ വസിച്ചു. അപ്പോൾ പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് സംസാരിക്കുന്നു, പുത്രനായ ദൈവം യോർദാന്റെ വെള്ളത്തിൽ യോഹന്നാന്റെ കൈക്കീഴിൽ നിൽക്കുന്നു, പരിശുദ്ധാത്മാവാകുന്ന ദൈവം എന്ന രൂപത്തിൽ ഇറങ്ങി വരുന്നു. അപ്പൊ തൃത്വ സമ്മേളിച്ച ഒരു ഭാഗം കർത്താവിന്റെ സ്നാന സമയത്താണ് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ബഹുത്വത്തിൽ ഏകനായിരിക്കുന്ന ദൈവം, ബഹുത്വത്തിൽ ഏകനായിരിക്കുന്ന ദൈവം എന്ന് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്.
ഉൽപ്പത്തി പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ബഹുത്വം ഏകത്വം എന്നുള്ള പദം കുറച്ചുകൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. രണ്ടിന്റെ വിവാഹത്തിലൂടെ സംഭവിക്കുന്ന കാര്യമാണ്. വിവാഹ ശുശ്രൂഷയിലൊക്കെ പ്രസംഗിക്കപ്പെടുന്ന ഭാഗമാണിത് അല്ലേ? അപ്പനെ വിടുക, അമ്മയെ വിടുക, ആരോട് ചേരും? വിട്ടുപരിഞ്ഞ് പുരുഷനോട് ഭാര്യ പറ്റിച്ചേരും. അന്ന് കഴിഞ്ഞിരിക്കുന്നേ അവർ ഏകദേഹമായി തീരുന്നുണ്ടോ? അപ്പൊ രണ്ടുപേരായിരുന്നേ. എന്ത് ചെയ്തു? വിവാഹ ശുശ്രൂഷയിൽ കൂടെ രണ്ടുപേരായിരുന്നവർ അടുത്ത പദം എഴുതിയിരിക്കുക, ഏകദേഹം ആയി തീർന്നു. ആളുകൾ രണ്ടായിരിക്കുമ്പോൾ തന്നെ ഒന്നായിരിക്കുന്ന അവസ്ഥ അല്ലേ? ഭാര്യയും ഭർത്താവും രണ്ടുപേരാണ്, പക്ഷെ ഒരു കുടുംബം അല്ലേ? ഒന്നായിരിക്കുന്ന അവസ്ഥ. പുരുഷനും സ്ത്രീയും രണ്ടുപേരായിരുന്നു. രണ്ട് വീട്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട, രണ്ട് മാതാപിതാക്കളാൽ, രണ്ട് സാഹചര്യങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാണ് വിവാഹം കഴിച്ചത് അല്ലേ? എന്നാൽ അവർ ഒരുമിച്ച് ചേർന്നപ്പോൾ അവർ ഒരു ഏകദേഹമായി തീർന്നു എന്ന് വചനം പഠിപ്പിക്കുന്നു. ആ ഏകത്വത്തിൽ തന്നെ ഒരു ബഹുത്വമുണ്ട്. അതുപോലെയാണ് തൃത്വം. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരാം. 37-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. യഹോവയായ കർത്താവ് പ്രകാരം ചെയ്യും, ഞാൻ എഫ്രയീമിന്റെ കയ്യിലുള്ള യോസേഫിനെയും ഇസ്രായേൽ ഗോത്രത്തിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രവചന ശബ്ദമാണിത്. അവരോട് എഴുതിയിരിക്കുകയാണ്, അവനോട് യഹൂദയുടെ കോലിനോട് തന്നെ ചേർത്ത്. അവ രണ്ട് ഗോത്രവർഗങ്ങളാണ് അല്ലെ? ഒന്ന് ഇസ്രായേൽ ഗോത്രം, ഒന്ന് യഹൂദ ഗോത്രം അല്ലെ? യഹൂദയുടെ കോലിനോട് തന്നെ ചേർത്ത്. അപ്പൊ ഒരു കോൽ, രണ്ട് കോലുണ്ട്, ഒരു കോലാക്കും. അല്ലെങ്കിൽ രണ്ട് ഗോത്രത്തെ സമന്വയിപ്പിച്ച് ബന്ധിപ്പിച്ച് പറ്റിച്ചേർപ്പിച്ച് ഒരു ഗോത്രമാക്കുന്ന ഒരു കോൽ. അവർ എന്റെ കയ്യിൽ എന്തായിരിക്കും? ഒന്നായിരിക്കും. അപ്പൊ ഏകത്വത്തിലെ ബഹുത്വമുണ്ട്, ബഹുത്വത്തിലെ ഏകത്വമുണ്ട്. രണ്ട് ഗോത്രങ്ങളായിരുന്നു യഹൂദയും ഇസ്രായേലും. അവയെ ഒരുമിച്ച് ഒരു ഗോത്രമാക്കുന്നു, ഒരു കോലാക്കുന്നു. ഒരു കോല് എന്നിട്ട് എന്റെ കയ്യിൽ ഒന്നായിട്ട് പിടിക്കുന്നു. അപ്പൊ ഒന്ന് എന്നുള്ള പദം വന്നു, രണ്ട് എന്നുള്ള പദം വന്നു, ഏകത്വം എന്നുള്ള പദം വന്നു, ബഹുത്വം എന്നുള്ള പദം വന്നു. ഇത് കാണാൻ കഴിയും. രണ്ടുപേരും ചേർത്ത് എഴുതിയ ലേഖനത്തിലേക്ക് നമുക്ക് വരാം. അപ്പോസ്തലനായ പൗലോസ് കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളില്, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോസ്തലനായ പൗലോസ് ആരെ കുറിച്ചാണ് പറഞ്ഞത്? ദൈവസഭയെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ? ദൈവസഭയെ ചേർക്കാൻ ആര് വരുന്നുണ്ട്? കർത്താവ് വരുന്നുണ്ട്. അപ്പൊ ദൈവസഭയെ ചേർക്കാൻ വരുന്ന കർത്താവിന് വേണ്ടി ദൈവസഭ എങ്ങനെ അയക്കണം? നിർമ്മല കന്യക അയക്കണം എഴുതിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിർമ്മല കന്യക എന്നുള്ള പറഞ്ഞതുകൊണ്ടാണ് വന്നത്. ഒരു മണവാട്ടി മാത്രം, മണവാട്ടികളല്ല അല്ലെ? കന്യകമാരല്ല അല്ലെ? ഈ ലോകത്ത് ജീവിക്കുന്ന രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ബഹുജനമുണ്ട്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുമ്പോൾ നിർമ്മല കന്യക എന്ന ഒറ്റപ്പദമായി എഴുതിയിരിക്കുന്നത്, മണവാട്ടി എന്ന ഒറ്റപ്പദമായി എഴുതിയിരിക്കുന്നത്. എന്നാൽ മണവാട്ടി എന്ന് പറയുന്ന ദൈവസഭയിൽ അനേക വ്യക്തികളുണ്ട്, അനേക ജീവിതങ്ങളുണ്ട്. അതുപോലെയാണ് തൃത്വവും ഇത് മനസ്സിലാക്കാൻ കഴിയും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന മൂന്നാളുകൾ, എന്നാൽ അവർക്ക് തുല്യ ദൈവത്വമുള്ളവർ. അവരുടെ മൂന്ന് വ്യത്യസ്ത ആളത്വങ്ങൾ ഉണ്ടെങ്കിലും അവർ മൂന്ന് പേരും ഏക ദൈവത്തിന്റെ തുല്യ പങ്കാളികളാണ്. മനസ്സിലാകുന്നോ? ഞാൻ നമ്മുടെ ഹൃദയത്തിനോട്ട് അല്ലെ അംഗീകരിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് അല്ലെ? എന്തൊക്കെയോ സംശയങ്ങളല്ലോ. ഈ സംശയങ്ങൾ എനിക്ക് കർത്താവിനെ കാണുമ്പോഴേ മാറത്തുള്ളൂ. മനുഷ്യന്റെ ഈ സംശയങ്ങളൊക്കെ മാറണമെങ്കിൽ എനിക്ക് കർത്താവിനെ കണ്ടാല് പറ്റത്തുള്ളൂ. പിതാവായിരിക്കുന്ന ദൈവം, പുത്രനായിരിക്കുന്ന ദൈവം, പരിശുദ്ധാത്മാവായിരിക്കുന്ന ദൈവം, മൂന്നാളുകൾ, മൂന്ന് ദൈവങ്ങളല്ല, മൂന്നാളുകൾ. എന്നാൽ അവർ തുല്യ ദൈവത്വമുള്ളവരാണ്, അവർ വ്യത്യസ്ത ആളത്വമുള്ളവരാണ്. എന്നാൽ ആ മൂന്ന് പേരും ഏകദൈവത്തിന്റെ തുല്യ പങ്കാളികളാണ്. മനസ്സിലായെന്ന് കരുതുന്നു. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പറയും, നിങ്ങൾ എന്താ പറയുക, മൂന്നാണെന്ന് പറയുന്നുണ്ട്, ഒന്നുണ്ടെന്ന് പറയുന്നുണ്ട്, എന്തൊക്കെ നമുക്ക് ഇങ്ങോട്ടുള്ള ചോദ്യങ്ങൾ വരും. പക്ഷെ അത് തന്നെയാണ് സത്യം. ദൈവത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ദൈവത്തിൽ വെളിപ്പെടുത്തിയതിനപ്പുറത്ത് നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ. നിങ്ങൾ പറയുന്നത് മൂന്ന് പേരുണ്ട്, എന്താ പറയുന്നത്? ഒന്നാ. അത് സത്യം. മൂന്ന് പേരുണ്ട്, മൂന്ന് ആണത്വങ്ങളുണ്ട്, എന്നാൽ അവർ ഒന്നാണ്.
അല്ലേ? നമ്മൾ സമുദായ സഭകൾ ഉണ്ടായിരുന്ന സമയത്ത് അല്ലെ, വർത്തമാനത്തിലുണ്ടല്ലോ ഇവിടെ, ഞാൻ വർത്തമാനായിരുന്നു അല്ലേ, പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തെ കുറിച്ച് പറയുന്നത് അവർ ആദ്യം മുതൽ എന്നേക്കും അവർ ഒന്ന് തന്നെ എന്നൊരു പദം ഞങ്ങൾ പറയാറുണ്ട് പള്ളിയിൽ വെച്ച് അല്ലേ. ഒരു ആദ്യം മുതൽ എന്നേക്കും അവർ ഒന്ന് തന്നെ. ഇനി ആദ്യം മുതലും ഇനി എന്ന് വരെ ഉണ്ടോ അന്ന് വരെയും അവർ ഒന്ന് തന്നെ എന്നുള്ള പദം സാരാംശത്തിൽ വൺ ഇൻ എസൻസ് എന്നുള്ള പദത്തിൽ നമുക്ക് വരുവാൻ കഴിയും. ആരെങ്കിലും വെച്ചാൽ ധൈര്യമായിട്ട് പറയാൻ പറ്റും, നിങ്ങൾക്ക് 3 ദൈവങ്ങളുണ്ടെന്ന് വെച്ചാൽ 3 ദൈവങ്ങളില്ല, ഞങ്ങൾക്ക് 3 ആളത്വങ്ങളുണ്ട്, 3 ആളത്വങ്ങൾ ചേർന്ന് ഒരു ദൈവം. അതാണ് ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ബൈബിൾ പരിചയപ്പെടുത്തുന്നതാണ് പിതാവാകുന്ന ദൈവം, പുത്രനാകുന്ന ദൈവം, പരിശുദ്ധാത്മാവാകുന്ന ദൈവം, പക്ഷേ അവർ ഒന്ന് തന്നെ. അതാണ് ബൈബിൾ പരിചയപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഓക്കെ, യെശയ്യാപ്രവാചക പുസ്തകത്തിലേക്ക് വരാം. 48-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. 44-ന്റെ 6 എന്ന് വായിച്ച്. യെശയ്യാ 44-ന്റെ 6. ഇസ്രായേലിന്റെ രാജാവായ യഹോവ, അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവമില്ല. പഴയ നിയമത്തിലെ യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തോട് വെളിപ്പെടുന്ന ഭാഗമാണ്, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവമില്ല. അപ്പൊ യഹോവയായ ദൈവം പ്രഖ്യാപിക്കുകയാണ് ഞാനല്ലാതെ. അതുകൊണ്ടാണ് യഹോവ സാക്ഷി എന്ന് പറഞ്ഞത്. യഹോവ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞാനല്ലാതെ ഒരു ദൈവമില്ല. അപ്പൊ ക്രിസ്തുവാരാ? പരിശുദ്ധാത്മാവാരാ? അല്ലേ? എന്നാൽ യെശയ്യാ പ്രവാചക പുസ്തകം 48-ന്റെ 12 വായിച്ച്, യാക്കോബേ ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രായേലും. അനന്യൻ, അനന്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മാറ്റമില്ലാത്തവൻ, മാറുന്നില്ല. ഞാൻ അനന്യൻ, ഞാൻ ആദ്യനാണ്, ഞാൻ അന്ത്യനാണ്. അപ്പൊ യഹോവയായ ദൈവം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ യഹോവയായ ദൈവം, നമുക്ക് വേണമെങ്കിൽ പറയാം പഴയ നിയമത്തിലെ ദൈവം, അങ്ങനെ വേണം പറയാം. പഴയ നിയമത്തിലെ ദൈവം യഹോവയായ ദൈവം. പഴയ നിയമത്തിലെ ദൈവം ജീവിച്ചിരുന്ന മനുഷ്യർക്ക് പുത്രനായ ക്രിസ്തുവിനെ കുറിച്ച് അറിയത്തില്ല അല്ലേ. ഞാൻ പിതാവ് ഒന്നാകുന്നെന്ന് പറഞ്ഞതും, ഞാൻ അബ്രഹാമിന് മുമ്പേ ഉണ്ടായി, അബ്രഹാമാണ് ഞങ്ങളുടെ പിതാവ് എന്നൊക്കെ പറഞ്ഞ് പരീക്ഷന്മാരെന്ന സമയത്ത് കർത്താവ് പറയാം ഞാൻ അബ്രഹാമിന് മുമ്പേ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവർ താഴേക്ക് പോയി കല്ലെടുക്കാൻ എറിയാനായിട്ട്. അബ്രഹാമിന് മുമ്പേ, നീ എപ്പോഴും അബ്രഹാമിന് മുമ്പേ ജീവിച്ചിരുന്നു അല്ലേ. അപ്പോൾ അത് കല്ലെടുത്തറിയാൻ അവർ ദൈവത്വത്തിന് വിരോധമായി അവർ സംസാരിക്കുന്നു. അവർ ദൈവത്തിന്റെ മുകളിലാകുന്നു എന്നുള്ള ചിന്തകൾ കൊണ്ടാണ് അവർ അബ്രഹാം അവരുടെ പിതാവാണ്. അബ്രഹാമാണ് യഹോവയായ ദൈവത്തെ പരിചയപ്പെടുന്നത്. അപ്പോൾ ആ അബ്രഹാമിന് മുന്നേ നീയോ, അതുകൊണ്ടാണ് ക്രിസ്തുവിനെ അവർ കല്ലെടുത്തറിയാനായിട്ട് ശ്രമിച്ചതെന്ന് കാണുകയും. പക്ഷെ പഴയ നിയമത്തിലെ നമ്മൾ ചിന്തിക്കുമ്പോൾ പഴയ നിയമത്തിലെ യഹോവയായ ദൈവം പറയുകയാണ് ഞാൻ അല്ലാതെ വേറൊരു ദൈവമില്ല, ഞാൻ അനന്യനാണ്, ഞാൻ മാറ്റമില്ലാത്തവനാണ്, ഞാൻ ആദ്യനാണ്, ഞാൻ അന്ത്യനാണ്, എനിക്ക് ഒടുക്കവുമില്ല, ആരംഭവുമില്ല, അവസാനമില്ല, ഞാൻ ആദ്യനും അന്ത്യനുമാണ്. എന്നാൽ ഇതേ പദം തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ 1-ാം അധ്യായം 8-ാം വാക്യം യോഹന്നാൻ അപ്പോസ്തലനോട് കർത്താവ് പറയുന്നു, യേശു കർത്താവ് 1:8, ഞാൻ ആൽഫയും. കണ്ടോ? അപ്പൊ പഴയ നിയമത്തിൽ യഹോവ പറഞ്ഞ അതേ പദം തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാനോട് യേശു കർത്താവ് പറയുന്നു. എന്താണ്? ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. ഇരിക്കുന്നവൻ, ഇരുന്നവൻ, പണ്ടപ്പോഴോ ഇരുന്നവൻ, ഇരിക്കുന്നവൻ, ഇനിയും വരുവാനിരിക്കുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ. ഇത് യേശു കർത്താവ് യോഹന്നാൻ വെളിപ്പെട്ട് യോഹന്നാനോട് സംസാരിക്കുന്ന പദമാണ്. പഴയ നിയമത്തിൽ പിതാവായ ദൈവം, യഹോവയായ ദൈവം, ഞാൻ അനന്യനാണ്, ഞാനല്ലാതെ വേറെ ദൈവമില്ല, ഞാൻ ആദ്യം അന്ത്യനാണെന്ന് പറഞ്ഞപ്പോൾ പുതിയ നിയമത്തിൽ ക്രിസ്തു യോഹന്നാൻ വെളിപ്പെട്ടിട്ട് പറയാണ് ഞാനും അനന്യനാണ്, ഞാനും ആൽഫയാണ്, ഞാനും ഒമേഗയാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ പ്രവാചകനായി അംഗീകരിക്കുന്നവരുണ്ട്. എന്നാൽ ക്രിസ്തു ദൈവമാണെന്ന് അംഗീകരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. പ്രവാചകനായി അംഗീകരിക്കുക മാത്രമല്ല, ചിലർ പറയും ഓക്കെ ക്രിസ്തു ദൈവമായിട്ട് ഞാൻ അംഗീകരിക്കുന്ന പിതാവിന് തക്കവണ്ണം മഹത്വം കൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, പിതാവുമായി തുല്യ പങ്കാളിത്തം ഞങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമില്ല, ക്രിസ്തു ദൈവമായിരിക്കും. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ക്രിസ്തു ഒരു ചെറിയ ദൈവം, പിതാവ് ഒരു വലിയ ദൈവം എന്നത് റസൽ മതക്കാരുടെ കൺസെപ്റ്റിലേക്ക് അത് വരാനിടയായിത്തീരും. പിതാവായ ദൈവം വലുത്, പുത്രനായ ദൈവം കുറച്ചുകൂടെ ചെറുത്. പരിശുദ്ധാത്മാവിനെ പിന്നെ പലരും ശ്രദ്ധിക്കുന്നേ ഇല്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ചിന്തകൾ നമ്മൾ പഠിക്കും, പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തെ കുറിച്ചുള്ള ചിന്തകൾ നമ്മൾ പഠിക്കും. അപ്പോൾ ക്രിസ്തു കുറച്ച് താഴെ ഇരിക്കുന്ന ഒരു ദൈവം എന്നൊരു ചിന്തയിൽ പഠിപ്പിക്കുന്ന റസൽ മതക്കാരുണ്ട്. എന്നാൽ യഹോവയായ ദൈവം മാത്രമേ ഉള്ളത് പഠിപ്പിക്കുന്ന യഹോവ സാക്ഷികളുമുണ്ട്. എന്നാൽ ഈ ഭാഗം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, പഴയ നിയമത്തിൽ തന്റെ ജനത്തോട് സംസാരിച്ച ഞാൻ മാറ്റമില്ലാത്തവൻ സംസാരിച്ച യഹോവയായിരിക്കുന്ന ദൈവത്തെ പോലെ തന്നെ
യേശു കർത്താവ് വെളിപ്പാട് പുസ്തകത്തിൽ സംസാരിച്ചു എന്ന് കാണാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 21:6 നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെയും ഞാൻ ആൽഫയാകുന്നു, ഞാൻ ഒമേഗയാകുന്നു, ഞാൻ ആദിയാകുന്നു, ഞാൻ അന്തമാകുന്നു. സൗജന്യമായി ജീവനീരുറവ് വെളിപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ സൗജന്യമായി അവന് കൊടുക്കും. ദൈവം ഏകനാണെന്നും ദൈവത്വമുള്ള 3 ആളുകൾ അതിൽ അടങ്ങിയിരിക്കുന്നുവെന്നും ഇതൊന്ന് മനസ്സിലാക്കാൻ കഴിയും. ദൈവം ഏകനാണെന്നും ആരോട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞാൽ മതി. ദൈവം ഏകനാണെന്നും ആ ദൈവത്വത്തിൽ 3 ആളത്വങ്ങൾ അടങ്ങിയിരിക്കുന്നെന്നും വിശ്വസിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. എബ്രായരുടെ ലേഖനത്തെ 7-ാം അധ്യായം നമ്മൾ പലപ്പോഴായി ചിന്തിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് വായിക്കാനുള്ള സമയമുള്ളൂ. എബ്രായർ 7:3 ആരെ കുറിച്ചാ? മൽക്കീസദേക്കിനെ കുറിച്ചുള്ള ഭാഗമാണ് ചിന്തിച്ചിട്ടുള്ള. അവന് പിതാവില്ല, അവന് മാതാവില്ല, അവന് വംശാവലിയില്ല, അവന് ജീവാരംഭമില്ല, അവന് ജീവാവസാനമില്ല, അവൻ ദൈവപുത്രനായി പഴയ നിയമത്തിൽ യേശു കർത്താവിന്റെ നിഴലായിരുന്ന മൽക്കീസദേക്ക് ഇതിനെ കുറിച്ച് പറയാണ്. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയുമില്ല. അബ്രഹാം അവന് ദശാംശം നൽകുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണല്ലോ. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ 41:4 വാക്യം കൂടെ വായിച്ചു നാം പ്രാർത്ഥിക്കാൻ പോയത്. 41:4 പ്രവർത്തിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തു. ആദ്യം മുതൽ തലമുറകളെ വിളിച്ചവൻ യഹോവയായ ഞാൻ ആദ്യം അന്യന്മാരോടുകൂടെ അനന്യനുമാകും. അപ്പോൾ യേശു കർത്താവ് അഗ്നോസിന്റെ അനുഭവങ്ങളിൽ യോഹന്നാൻ വെളിപ്പെട്ടിട്ട് പറയാണ്, ഞാൻ ആൽഫയും ഒമേഗയുമാകും, ഞാൻ ജീവനുള്ള ദൈവമാകും. അല്ലേ? ഞാൻ മരിച്ചവനായിരുന്നു, ഹല്ലേലൂയ, ഞാൻ മരണത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറയുന്ന കർത്താവിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ കാണുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും ദൈവത്തെ കുറിച്ച് അവൻ ആദ്യം അന്ത്യനുമാണെന്ന് കാണുന്നു. എബ്രായരുടെ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. അവന് പിതാവില്ല, മാതാവില്ല, ഹല്ലേലൂയ, അവൻ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതനാകുന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഒരു വാക്യം കൂടെ വായിക്കുന്നത് നല്ലതായിരിക്കും. എബ്രായരുടെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളും എഴുതപ്പെട്ടിരിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ച്, പിതാവായ ദൈവത്തെ കുറിച്ചല്ല. കർത്താവിന്റെ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ഇത് പിതാവായ ദൈവത്തെ കുറിച്ചല്ല, പുത്രനായ ക്രിസ്തുവിനെ കുറിച്ച് എബ്രായ ലേഖന കർത്താവായിരിക്കുന്ന പൗലോസ് വിശ്വസിക്കപ്പെടുന്ന എബ്രായ ലേഖന കർത്താവ് എഴുതിയിരിക്കുന്ന ഭാഗമാണ്. കർത്താവിനെ കുറിച്ച്, അതായത് യേശു കർത്താവിനെ കുറിച്ച് ഭൂമിക്ക് അടിസ്ഥാനമിട്ടമാരുണ്ടായിരുന്നു, യേശു കർത്താവ് ഉണ്ടായിരുന്നു. മറിയുടെ ഗർഭപാത്രത്തിൽ ഹല്ലേലൂയ ജലമായി വെളിപ്പെട്ടവൻ, ഹല്ലേലൂയ അന്നേരമുള്ളതായി വന്നവനല്ല ക്രിസ്തു, ജനിച്ചവനല്ല, സൃഷ്ടിക്കപ്പെട്ടവനല്ല, സൃഷ്ടിയല്ല. യേശു കർത്താവ് അവൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ആകാശവും എന്റെ കൈകളുടെ പ്രവൃത്തികളും അവ നശിപ്പില്ലയോ, നിലനിൽക്കും അവന്റെ വസ്ത്രം പോലെ അടിയും, ഉടുപ്പ് പോലെ നീ അവൻ ചുരുട്ടും. അടുത്ത പദം നീയോ അനന്യൻ. കണ്ടോ, പിതാവായ ദൈവത്തെ കുറിച്ച് എഴുതിയ അനന്യൻ, മാറ്റമില്ലാത്തവൻ എന്നുള്ള പദം തന്നെ എബ്രായ ലേഖന കർത്താവ് എഴുതിയിരിക്കുകയാണ് ക്രിസ്തുവിനെ കുറിച്ച്. അവൻ അനന്യൻ, എന്റെ സംവത്സരങ്ങൾ അവസാനിക്കാത്തവനാണ്. പിതാവായ ദൈവത്തെ കുറിച്ചും പുത്രനായ ദൈവത്തെ കുറിച്ചും എഴുതപ്പെട്ടിരിക്കുന്ന അവസാനമില്ലാത്ത, ആദിയില്ലാത്ത ഒരുവൻ എന്നുള്ള ഭാഗങ്ങൾ നാം പഠിക്കുവാനിടയായിട്ടുള്ളത്. എബ്രായ ലേഖനം 13:8 നമുക്ക് കാണാൻ കഴിയുന്നത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും തന്നെ. കണ്ണുകളെ ദിവസത്തിൽ അടയ്ക്കാം. ഞാൻ ആ വാക്യം വരെയാണ് നോട്ട് ചെയ്തുകൊണ്ട് വന്നത്. കറക്റ്റ് ആ വാക്യം വരെ തീർന്നു. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ ദിവസത്തിൽ അടയ്ക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നാം സേവിക്കുന്ന ദൈവം ആരാണെന്ന് ആരെങ്കിലും നിന്നോട് ചോദിച്ചാൽ ഹല്ലേലൂയ ധൈര്യമായി പറയാം, അവൻ ഏകനായിരിക്കുന്ന ദൈവമാണ്. എന്നാൽ അവനിൽ ഹല്ലേലൂയ 3 ദൈവത്വമുള്ള ആളത്വങ്ങളുണ്ട്. ആ ആളത്വമുള്ള പദമാണ് പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവാകുന്ന ദൈവം. അതുകൊണ്ടാണ് കർത്താവ് നിങ്ങൾ സ്നാനപ്പെടുത്തുമ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. ഹല്ലേലൂയ. തുല്യ പ്രാധാന്യം
ആ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ യഹോവയായ ദൈവം തന്നെ വെളിപ്പെടുത്തുമ്പോൾ ഞാൻ ആദ്യനാണ്, അന്ത്യനാണ്, അനന്യനാണെന്ന് പരാമർശിക്കുന്നു. അതേ പദങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ യേശു കർത്താവും പരാമർശിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇത് രാത്രി വിശ്വസിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിൽ 3 ആളത്വങ്ങളുണ്ട്. 3 ദൈവങ്ങളല്ല ഞങ്ങൾക്കുള്ളത്. 3 ദൈവങ്ങളെ അല്ല ഞങ്ങൾ സേവിക്കുന്നത്. 3 ആണത്വങ്ങൾ, ഒരുപോലെ ദൈവത്വമുള്ള 3 ആണത്വങ്ങളിൽ ഹല്ലേലൂയ ബഹത്വത്തിൽ ഏകത്വമായിരിക്കുന്ന ഹല്ലേലൂയ സർവശക്തനായ ഒരു ദൈവത്തെയാണ് ഞങ്ങൾ സേവിക്കുന്നത്. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ചിലർ വിശ്വസിക്കുന്നത്, ഇപ്പോഴും പെന്തക്കോസ്തിൽ പലരും വിശ്വസിക്കുന്ന ഒരു ചിന്തയുണ്ട്. അത് വൺനെസ് തിയറിയാണ്. വൺനെസ് തിയറി എന്താണ്? ഹല്ലേലൂയ. പിതാവായ ദൈവം പുത്രനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. 3 സംവത്സരം പിതാവായ ദൈവം തന്നെ പുത്രനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. 3.5 സംവത്സരം ഹല്ലേലൂയ ശുശ്രൂഷിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ സ്വർഗ്ഗത്തിലേക്ക് വീണ്ടും കയറിപ്പോയി പിതാവാകുകയും വീണ്ടും പരിശുദ്ധാത്മാവായി ഇറങ്ങി വരികയും ചെയ്തു എന്ന വൺനെസ് തിയറി ഇപ്പോഴും വിശ്വസിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് അത് പഠിപ്പിക്കുന്നില്ല. ഹല്ലേലൂയ. ദൈവം പഠിപ്പിക്കുന്നത് 3 ആളത്വങ്ങൾ, 3 ആളുകൾ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 3 ദൈവത്വങ്ങളുള്ള, ദൈവ സ്വഭാവമുള്ള 3 ആളുകൾ അടങ്ങിയ ഏക ദൈവം. ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുന്നതിനായി